ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. വളരെ വെയിറ്റേജിൽ നമ്മുടെ നെറ്റ് എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സെഗ്മെന്റാണ് ഫോട്ടോസിന്തസിസ്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് നൽകുന്ന ഒരു സെഗ്മെന്റ് കൂടിയാണ് ഫോട്ടോസിന്തസിസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു നിർത്തിയത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകും. നമ്മൾ കീ എക്സ്പെരിമെന്റ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു. ആ ഫോട്ടോസിന്തസിന്റെ ചില ബേസിക് കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്ര, ആക്ഷൻ സ്പെക്ട്ര മുതലായ ചില മേഖലകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് കണ്ടത്, അല്ലെ? ആ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും പിന്നെ ഓവറോൾ റിയാക്ഷൻസിനെ കുറിച്ചും റിഡോക്സ് റിയാക്ഷൻസിനെ കുറിച്ചും തുടങ്ങിയ ചില എക്സ്പെരിമെന്റുകളിലൂടെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയത്. എമേഴ്സൺ ആർണോൾഡ് എക്സ്പെരിമെന്റ് തുടങ്ങിയതൊക്കെ നമ്മൾ കണ്ടു. ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് കണ്ടതാണ്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള മേഖലകളെല്ലാം ഹിൽസ് റിയാക്ഷൻ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, അല്ലെ? അപ്പൊ കുട്ടികളെ, ഇന്ന് നമുക്ക് കാണാനുള്ള സെഗ്മെന്റ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോട്ടോ സിസ്റ്റംസുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള അടുത്തൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനും കൂടെ നമുക്ക് കാണാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ കുട്ടികളെ, നമുക്കറിയാം 2 ഫോട്ടോ സിസ്റ്റംസ് ആണ് ഉള്ളത്, അല്ലെ? അപ്പൊ ഈ ഫോട്ടോ സിന്തസിസ് പഠിക്കുമ്പോൾ ഈ ബേസിക്കലി ഇതിന്റെ അകത്ത് ഈ ഫോട്ടോ സിസ്റ്റംസ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലൂടെയുള്ള റിയാക്ഷൻസ് ഇതിന്റെ അകത്തു നിന്നാണ് ഇൻഡെപ്ത് ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എമേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ചില കോൺട്രിബ്യൂഷൻസിലേക്കാണ് നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ളത്. എമേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ചില കോൺട്രിബ്യൂഷൻസ് നമ്മൾ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് റെഡ് ഡ്രോപ്പ് ഇഫക്റ്റ്. ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് റെഡ് ഡ്രോപ്പ് ഇഫക്റ്റ്. എന്താണ് റെഡ് ഡ്രോപ്പ് ഇഫക്റ്റ്? എന്താണ് ഇവിടെ റെഡ് ഡ്രോപ്പ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? റെഡ് ഡ്രോപ്പ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു നോർമൽ റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന്റെ പുറത്തേക്ക് പോയാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നതിൽ ഇടിവ് സംഭവിക്കും. ഇതിനെയാണ് റെഡ് ഡ്രോപ്പ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു 680 നാനോമീറ്റർ ഒക്കെയാണ് നമ്മുടെ റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത്. അതിൻ്റെക്കാൾ കൂടുതൽ സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ വേവ് ലെങ്ത് അതിനേക്കാൾ കൂടിയാൽ, അതായത് ഒരു ഫാർ റെഡ് റീജിയണിലേക്ക് അതിന്റെ വേവ് ലെങ്ത് എത്തിയാൽ ഫോട്ടോസിന്തസിന്റെ റേറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? കുറയാൻ തുടങ്ങുന്നു. അപ്പൊ ആ റെഡ് റീജിയണിന്റെ കൂടുതൽ വരുന്ന അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന വേവ് ലെങ്ത്, അതിനുശേഷം എന്ന് ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ വരുന്ന ഫാർ റെഡ് റീജിയണിലെ വേവ് ലെങ്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഫോട്ടോസിന്തസിസ് പെട്ടെന്ന് കുറയാൻ തുടങ്ങുന്നു. ഈ സഡൻ ഡിക്രീസിനെ എമേഴ്സൺ വിളിച്ചതാണ് റെഡ് ഡ്രോപ്പ് ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ ദ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി ഡ്രോപ്സ് ഷാർപ്ലി അറ്റ് മോർ ദാൻ 680 നാനോമീറ്റർ. അതായത് ഫോട്ടോസിന്തസിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടം ഈൽഡ്, ഓരോ ഫോട്ടോൺസിൽ നിന്നും എത്ര ഉണ്ടാക്കുന്നു, അതിനാണല്ലോ നമ്മൾ ക്വാണ്ടം ഈൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ക്വാണ്ടം ഈൽഡ് അല്ലെങ്കിൽ ഈ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 680 നാനോമീറ്ററിന് ശേഷം ഗണ്യമായി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇടിവ് സംഭവിക്കുന്നു. അപ്പൊ 680 നാനോമീറ്ററിന് ശേഷം എന്ന് പറഞ്ഞാൽ ഫാർ റെഡ് ലൈറ്റ് ആ റീജൺ ആണ് ആഫ്റ്റർ 680 നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു? വളരെ പെട്ടെന്ന് തന്നെ ഫോട്ടോസിന്തസിസ് കുറയുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇതിനെ എമേഴ്സൺ വിളിച്ചത് റെഡ് ഡ്രോപ്പ് ഇഫക്റ്റ് എന്നാണ്. ഓക്കെ അല്ലേ? കുട്ടികൾ, അതേ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് വ്യക്തമാവും. ആ ഗ്രാഫ് നിങ്ങൾ എല്ലാവരും നോക്കിക്കേ. ആ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? ഇത് നോക്കൂ, അബ്സോർപ്ഷൻ സ്പെക്ട്രം നിങ്ങൾക്ക് ഇവിടെ കാണാം, അല്ലെ? ഒരു റെഡ് ലൈറ്റിന് ശേഷം ഒരു 680 ശേഷം അബ്സോർപ്ഷൻ നേരെ താഴേക്ക് വന്നിരിക്കുകയാണ്, അല്ലെ? 680 ശേഷം അബ്സോർപ്ഷൻ ഗ്രാഫ് നേരെ താഴേക്ക് വന്നിരിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ക്വാണ്ടം ഈൽഡും അവിടെ തൊട്ട് താഴേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ റെഡ് റീജിയന് ശേഷം വരുന്ന വേവ് ലെങ്ത്തിൽ ഈ ഒരു ഇടിവ് സംഭവിക്കുന്നു. ഇതിനെയാണ് റെഡ് ഡ്രോപ്പ് ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതിൽ ആർക്കും സംശയമൊന്നുമില്ല. അടുത്ത ഒരു പ്രതിഭാസം അല്ലെങ്കിൽ അടുത്ത ഒരു പ്രോസസ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻഹാൻസ്മെന്റ് ഇഫക്റ്റ്. എമേഴ്സൺ എൻഹാൻസ്മെന്റ് ഇഫക്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. എമേഴ്സൺ എൻഹാൻസ്മെന്റ് ഇഫക്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് കുട്ടികളെ ഇത് എമേഴ്സൺ എൻഹാൻസ്മെന്റ് ഇഫക്റ്റ് എന്ന് വിളിച്ചാൽ? അതായത് സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ നമുക്കറിയാലോ, രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. ഫോട്ടോ സിസ്റ്റം 2ഉം ഫോട്ടോ സിസ്റ്റം 1ഉം ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ രണ്ട് ഫോട്ടോ സിസ്റ്റംസും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ, ശ്രദ്ധിക്കണേ, രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫോട്ടോ സിന്തറ്റിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവർ ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്തതിന്റെ സമ്മിനേക്കാൾ കൂടുതലാണ്. എന്താ ഞാൻ പറഞ്ഞേ? രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ഇവർ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രവർത്തിച്ചതിന്റെ ആകത്തുകയേക്കാൾ കൂടുതലാണ്. അതായത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രവർത്തിച്ചത് ആഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസി ഇവരിൽ കാണിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ രണ്ട് ഫോട്ടോ സിസ്റ്റംസും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തോ ചില കാര്യങ്ങൾ ചാനലിംഗ് നടക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇവർ തമ്മിൽ ബന്ധമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടുപേരെ സെപ്പറേറ്റ് എഫിഷ്യൻസി നോക്കി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് അതേ വാല്യൂ തന്നെയല്ലേ വരേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വന്നത്. രണ്ടുപേരെ ഒന്നിച്ച് പ്രവർത്തിപ്പിച്ച് നോക്കി ഒരു ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കിട്ടി. രണ്ടുപേരെ സെപ്പറേറ്റ് പ്രവർത്തിപ്പിച്ച് നോക്കി, എന്നിട്ട് അതിന്റെ എഫിഷ്യൻസി രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കി. ആദ്യം കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ ആഡഡ് എഫിഷ്യൻസിയേക്കാൾ കൂടുതലായിട്ടാണ് വന്നത്. ഇതിനെയാണ് എൻഹാൻസ്മെന്റ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എമേഴ്സൺ എൻഹാൻസ്മെന്റ് ഇഫക്റ്റ്. The rate of photosynthesis under combined red plus far red light is greater than sum of the rates under each alone. കുട്ടികളെ, നിങ്ങൾക്കറിയാം രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ആണുള്ളത് അല്ലെ? ഫോട്ടോ സിസ്റ്റം 2ഉം ഉണ്ട്, ഫോട്ടോ സിസ്റ്റം 1ഉം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതിലെ ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറയുന്നത് 680 നാനോമീറ്ററിലാണ് അബ്സോർപ്ഷൻ, അത് റെഡ് റീജിയൻ. ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്നത് 700 നാനോമീറ്ററിലാണ് അബ്സോർപ്ഷൻ, അത് ഫാർ റെഡ് റീജിയൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള മേഖലകളാണ് അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ, അത് റെഡും ഫാർ റെഡും കൂടെ ഒന്നിച്ച് ആക്ട് ചെയ്തപ്പോൾ ഇവിടെ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് കിട്ടി. ഇൻഡിവിജ്വൽ ആയിട്ട് ഇവരെ നോക്കിയിട്ട് അതിന്റെ എഫിഷ്യൻസി പരസ്പരം ആഡ് ചെയ്തപ്പോൾ അത് കമ്പൈൻഡ് എഫക്റ്റിന്റെ അത്രയും വരുന്നില്ല. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ എഫിഷ്യൻസി കൂടുന്നു. ദി എഫിഷ്യൻസി ഈസ് ഗെറ്റിംഗ് എൻഹാൻസ്ഡ്. ഇതിനെയാണ് എമേഴ്സൺസ് എൻഹാൻസ്മെന്റ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അത് രണ്ടും ക്ലിയർ ആണ് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഈ രണ്ട് ഫോട്ടോ സിസ്റ്റംസും എന്താണ്, അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അവർ കമ്പൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ രണ്ട് ഫോട്ടോ സിസ്റ്റംസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിന്റെ കമ്പൈൻഡ് ഇഫക്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ എമേഴ്സന്റെ റെഡ് ഡ്രോപ്പ് ഇഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ കണ്ടു. ഇതിന്റെ എൻഹാൻസ്മെന്റ് ഇഫക്റ്റിനെ കുറിച്ചും നിങ്ങൾ കണ്ടു. ഇതുവരെ ഓക്കെ ആണല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. 1960കളിലൊക്കെയാണ് ഈ ഫോട്ടോ സിസ്റ്റംസിന്റെ ഒക്കെ ഡിസ്കവർ സംഭവിക്കുന്നത്. അത് ഓരോ ആൾക്കാർ ഇങ്ങനെ ഒരു സിസ്റ്റംസ് ഉണ്ടാകാമെന്ന് പറയുന്നു, പിന്നെ പലരും ടെസ്റ്റ് ചെയ്യുന്നു, ചിലര് അതിന്റെ ടെസ്റ്റ് നടത്തി അത് പ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സിലൂടെയാണ് നമ്മുടെ ഫോട്ടോ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്കവർ നടക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു സംഗതി അല്ല ഈ ഫോട്ടോ സിസ്റ്റംസ്. 2 distinct photo systems work in series. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് വ്യത്യസ്ത ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. അത് രണ്ടും എന്താ ചെയ്യുന്നത്? അവര് ഈ സീരീസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഫോട്ടോ സിസ്റ്റം 1, കുട്ടികളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോൺസ് ഫോട്ടോ സിസ്റ്റം 2ൽ നിന്നും ഫോട്ടോ സിസ്റ്റം 1ലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ട് ആദ്യത്തെ ഫോട്ടോ സിസ്റ്റത്തിനെ ഫോട്ടോ സിസ്റ്റം 2 എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിർഭാഗ്യവശാൽ രണ്ടാമതിരുന്ന ഫോട്ടോ സിസ്റ്റമാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ആ രണ്ടാമത് പൊസിഷൻ വൈസ് രണ്ടാമതിരിക്കുന്ന ഫോട്ടോ സിസ്റ്റത്തിനെ നമ്മൾ ഫോട്ടോ സിസ്റ്റം 1 എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? കുട്ടികളെ, ഫോട്ടോ സിസ്റ്റം 1ന്റെ അബ്സോർപ്ഷൻ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ സെന്ററിന്റെ അബ്സോർപ്ഷൻ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ആണ്. അതായത് നിങ്ങൾക്കറിയാം, അത് ഫാർ റെഡ് ലൈറ്റ് റീജിയൻ ആണ്.
ഇല്ലേ? അതായത് ഗ്രേറ്റർ ദാൻ 680. 680 എന്നല്ല കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ 680 നാനോമീറ്റർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ആണ്. ഇത് ഫാർ റെഡ് ലൈറ്റ് റീജിയനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ. ഫോട്ടോ സിസ്റ്റം 2 ഞാൻ നേരത്തെ പറഞ്ഞു 680 നാനോമീറ്റർ, റെഡ് റീജിയണിലെ ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഫോട്ടോ സിസ്റ്റം 1ന്റെ പ്രത്യേകത, ഇറ്റ് പ്രൊഡ്യൂസ് സ്ട്രോങ് റിഡക്റ്റന്റ് വിച്ച് റെഡ്യൂസസ് NADP+. കുട്ടികളെ ഈ ഫോട്ടോ സിസ്റ്റം 1ന്റെ പ്രത്യേകത, നമ്മളെ മറ്റേ ഫെറിഡോക്സിനെ കുറിച്ച് പഠിക്കാറില്ലേ? ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ കാണും കേട്ടോ. ഫെറിഡോക്സിൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ പഠിക്കാറില്ലേ? അതായത് നമ്മുടെ ഫോട്ടോ സിസ്റ്റം 1ന്റെ ഒക്കെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു മോളിക്യൂൾ. ഈ ഫെറിഡോക്സിനിൽ നിന്നാണ് ഇലക്ട്രോൺസിനെ NADP+ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് NADPH ആകുന്നത്, ഇല്ലേ? അപ്പൊ ഈ ഫോട്ടോ സിസ്റ്റം 1മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഫെറിഡോക്സിൻ എന്ന് പറയുന്ന മോളിക്യൂൾ, ഇത് ഒരു സ്ട്രോങ് റിഡക്റ്റന്റ് ആണ്. സ്ട്രോങ് റിഡക്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇവൻ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് എന്നാണ് അർത്ഥം. നിങ്ങൾക്കറിയാമല്ലോ, റിഡക്റ്റന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്ട്രോങ് ഓക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവനിൽ നിന്നും ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതിനെയാണ് നമ്മൾ റിഡക്റ്റന്റ് എന്നും ഓക്സിഡന്റ് എന്നും നമ്മൾ വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഫോട്ടോ സിസ്റ്റം 1ന്റെ ഒരു പ്രത്യേകത, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഫെറിഡോക്സിൻ എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂൾ ഉണ്ടല്ലോ, അത് ഒരു സ്ട്രോങ് റിഡക്റ്റന്റ് ആണ്. അതായത് അവന് എങ്ങനെയെങ്കിലും ആ ഇലക്ട്രോൺസിനെ NADP+ കൊടുത്തേ പറ്റൂ. ഓക്കെ. അപ്പൊ ഈ ഫോട്ടോ സിസ്റ്റം 1 ഇത്തരത്തിൽ ഫെറിഡോക്സിനെ എന്താക്കി മാറ്റുന്നു? ഒരു സ്ട്രോങ് റിഡക്റ്റന്റ് ആക്കി മാറ്റുന്നു. ആൻഡ് ഇറ്റ് വിൽ ഒബ്വിയസ്ലി റെഡ്യൂസ് NADP+. NADP+നെ അത് റെഡ്യൂസ് ചെയ്യുന്നു, അത് NADPH ആകുന്നു എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? അതോടൊപ്പം തന്നെ ഈ ഫോട്ടോ സിസ്റ്റം 1 ഒരു വീക്ക് ഓക്സിഡന്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. കുട്ടികളെ, നിങ്ങൾക്കറിയാം ഫോട്ടോ സിസ്റ്റം 1 അത് ഇവിടെ 700 നാനോമീറ്ററിലാണ് ഇരിക്കുന്നത്. അത് എക്സൈറ്റഡ് ആയി മുകളിലേക്ക് പോകുന്നു. അത് പിന്നെ പല പല മോളിക്യൂൾസിലും കൂടെ കടന്നുപോയി ഫെറിഡോക്സിനിലെത്തി. ഫെറിഡോക്സിൻ അവിടെ NADP+നെ ഇലക്ട്രോൺസിനെ നൽകി NADPH ആക്കി മാറ്റുന്നു. ഈ കണ്ടന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ആണ്. ഈ ഫോട്ടോ സിസ്റ്റം 1ന്റെ ഈ റിയാക്ഷൻ സെന്റർ നോക്കൂ, ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. കാരണം ഈ ഫോട്ടോൺസിനെയൊക്കെ അബ്സോർബ് ചെയ്യും, അവൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോട്ടോ സിസ്റ്റം 1 ഫെറിഡോക്സിൻ എന്ന് പറയുന്നതിനെ ഒരു സ്ട്രോങ് റിഡക്റ്റന്റ് ആക്കിയപ്പോൾ ഫോട്ടോ സിസ്റ്റം 1ന്റെ ഈ എക്സൈറ്റഡ് സെന്റർ എന്ന് പറയുന്ന ഒരു വീക്ക് ഓക്സിഡന്റ് ആണ്. കുട്ടികളെ, ഇതൊരു വീക്ക് ഓക്സിഡന്റ് മാത്രമാണ്. വീക്ക് ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഇവനെ വേറൊരാളിൽ നിന്നും ബലമായിട്ട് ഇലക്ട്രോൺസിനെ പിടിച്ചു വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് അർത്ഥം. ഉണ്ട്, പക്ഷെ അതിന്റെ അളവ് വളരെ കുറവാണ് എന്നാണ് അർത്ഥം. അപ്പൊ ഫോട്ടോ സിസ്റ്റം 1 ഒരു സ്ട്രോങ് റിഡക്റ്റന്റിനെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വീക്ക് ഓക്സിഡന്റിനെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് അവിടുത്തെ സ്ട്രോങ് റിഡക്റ്റന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെറിഡോക്സിൻ ആണ്. ആരാണ് അവിടുത്തെ വീക്ക് ഓക്സിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈറ്റഡ് റിയാക്ഷൻ സെന്റർ ആണ്. ഇവിടെയുള്ള റിയാക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഫോട്ടോ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള എന്താണ് ഒരു ഇലക്ട്രോൺസിന്റെ ഒക്കെ ഒരു ട്രാൻസ്ഫർ ആരംഭിക്കുന്ന ഒരിടമാണ് നമ്മുടെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത്. അത് മിക്കവാറും ക്ലോറോഫിൽ A എന്ന് പറയുന്ന മോളിക്യൂൾ ആണ് റിയാക്ഷൻ സെന്റർ എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചു കൊടുക്കുക. അപ്പൊ ആ എക്സൈറ്റഡ് ക്ലോറോഫിൽ A ആണ് ഇവിടെ വീക്ക് ഓക്സിഡന്റ് ആയി ഇരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തു പറയുന്നു എന്നുള്ളത് നമ്മൾ ഫോട്ടോ സിസ്റ്റം 2 കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്കത് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫോട്ടോ സിസ്റ്റം 2ന്റെ പ്രത്യേകത എന്താ? ഈവൻ 680 നാനോമീറ്ററിലാണല്ലോ അബ്സോർപ്ഷൻ നടക്കുന്നത്. അതായത് ഏകദേശം ഒരു റെഡ് ലൈറ്റ് റീജിയനിലാണല്ലോ ഇവൻ അബ്സോർബ് ചെയ്യുന്നത്. ആണ്. പ്രൊഡ്യൂസസ് വെരി സ്ട്രോങ് ഓക്സിഡന്റ് ആൻഡ് ഓക്സിഡൈസസ് വാട്ടർ ബട്ട് പ്രൊഡ്യൂസസ് വീക്ക് റിഡക്റ്റന്റ് ദാൻ PS1. കുട്ടികളെ, PS1 സ്ട്രോങ് റിഡക്റ്റന്റിനെയും വീക്ക് ഓക്സിഡന്റിനെയും ക്രിയേറ്റ് ചെയ്തപ്പോൾ PS2 സ്ട്രോങ് ഓക്സിഡന്റിനെയും വീക്ക് റിഡക്റ്റന്റിനെയുമാണ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ആ PS2ന്റെ ഡയഗ്രാം ഇവിടെ ഒന്ന് എഴുതുകയാണ്. PS2 680 നാനോമീറ്റർ ആണ്. അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. PS2 എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. അത് നമുക്കറിയാം ചില മോളിക്യൂൾസിലേക്ക് അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫിയോഫൈറ്റിൻ എന്നൊക്കെ പറയുന്ന ചില മോളിക്യൂൾസിലും പിന്നെ പ്ലാസ്റ്റോ ക്വിനോൺ എന്ന് പറയുന്ന ആൾക്കാരിലും ഒക്കെ അതിനെ ഇങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യുന്നു? അവർ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്.
ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്കറിയാം ഇതിന്റെ ഇടയിൽ പിന്നെ സൈറ്റോക്രോം B6F വരുന്നുണ്ട്, പ്ലാസ്റ്റോ സയാനിൻ വരുന്നുണ്ട്. സൈറ്റോക്രോം B6Fന്റെ തൊട്ട് മുൻപ് പ്ലാസ്റ്റോ ക്വിനോണിന്റെ ഒരു സീരീസ് തന്നെ വരുന്നുണ്ട്. പ്ലാസ്റ്റോ സയാനിൽ നിന്നും അത് ഫോട്ടോ സിസ്റ്റം 1ലേക്ക് പോകും. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാകും അല്ലെ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഉള്ള ഒരാളും, അതായത് ഇവിടെയുള്ള റിഡക്റ്റൻസിൽ ഇലക്ട്രോൺസ് ദാനം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആരും നേരത്തെ നമ്മൾ പഠിച്ച ഫെറിഡോക്സിന്റെ അത്രയും സ്ട്രോങ് റിഡക്റ്റന്റ് അല്ല. വിച്ച് മീൻസ് ഫോട്ടോ സിസ്റ്റം 1ലെ ഫെറിഡോക്സിനേക്കാൾ കുറവ് റിഡക്ഷൻ കപ്പാസിറ്റിയെ ഫോട്ടോ സിസ്റ്റം 2ലെ ആൾക്കാർക്കുള്ളൂ. ഓക്കെ, ഫോട്ടോ സിസ്റ്റം 2ലെ ആൾക്കാർ എന്ന് പറയുന്നത് ദേ ആർ വീക്ക് റിഡക്റ്റൻസ്. അതായത് ഫോട്ടോ സിസ്റ്റം 1ലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫെറിഡോക്സിനെ പോലെ ഇലക്ട്രോൺസിനെ അങ്ങ് കൊടുക്കാൻ വെമ്പി നിൽക്കുന്ന ആൾക്കാരല്ല. ഈവൻ ദോ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി അത് വീക്ക് റിഡക്റ്റൻസ് ആണ് ഫോട്ടോ സിസ്റ്റം 2ലുള്ളത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഫോട്ടോ സിസ്റ്റം 2ന്റെ ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ സെന്റർ ഉണ്ടല്ലോ, ദേ ആർ സ്ട്രോങ് ഓക്സിഡൻസ്. ഫോട്ടോ സിസ്റ്റം 1ലായിരുന്നെങ്കിൽ അതൊരു വീക്ക് ഓക്സിഡന്റ് ആയിരുന്നെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2ൽ ഇവരൊരു സ്ട്രോങ് ഓക്സിഡന്റ് ആണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇവർ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഓക്സിഡേഷൻ ഓഫ് വാട്ടർ വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ റിലീസ് ഓഫ് ഓക്സിജൻ. വെള്ളത്തിനെ വിഘടിപ്പിച്ച് ഓക്സിജനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് ഫോട്ടോ സിസ്റ്റം 2ലെ എക്സൈറ്റഡ് റിയാക്ഷൻ സെന്റർ ഒരു സ്ട്രോങ് ഓക്സിഡന്റ് ആണ് ആയതുകൊണ്ടാണ്. ഫോട്ടോ സിസ്റ്റം 1ലെ എക്സൈറ്റഡ് റിയാക്ഷൻ സെന്റർ ഇത്രയും സ്ട്രോങ് ഓക്സിഡന്റ് അല്ല. അതുകൊണ്ടാണ് ഫോട്ടോ സിസ്റ്റം 1നെ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തത്. കുട്ടികൾ, നല്ലൊരു പോയിന്റ് ആണ്. വൈ ഫോട്ടോ സിസ്റ്റം 1 ഈസ് അണേബിൾ ടു സ്പ്ലിറ്റ് വാട്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, compared to photo system 2, photo system 1 will produce only weak oxidant, which means they cannot split water. Photo system 2 is producing a strong oxidant, hence they can split water. അപ്പൊ പലപ്പോഴും നമുക്കൊരു സംശയമുണ്ട്, എന്തുകൊണ്ട് ഫോട്ടോ സിസ്റ്റം 2 ആണ് വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഫോട്ടോ സിസ്റ്റം 1 എന്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഇങ്ങനെയാണ്: ഫോട്ടോ സിസ്റ്റം 1ന് ഒരു വീക്ക് ഓക്സിഡന്റിനെ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോ സിസ്റ്റം 2 ആണ് ഒരു സ്ട്രോങ് ഓക്സിഡന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണ് എന്നാണ് എന്റെ വിശ്വാസം. നോക്കണം, പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പൊ ബേസിക്കലി ഫോട്ടോ സിസ്റ്റം 2ന് ഒരു സ്ട്രോങ് ഓക്സിഡന്റും ഫോട്ടോ സിസ്റ്റം 1ന് ഒരു സ്ട്രോങ് റിഡക്റ്റന്റും ഉണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഫോട്ടോ സിസ്റ്റം 2ന് ഒരു സ്ട്രോങ് ഓക്സിഡന്റ് ഉണ്ട്, ഫോട്ടോ സിസ്റ്റം 1ന് ഒരു സ്ട്രോങ് റിഡക്റ്റന്റ് ഉണ്ട്. ഫോട്ടോ സിസ്റ്റം 2ന്റെ സ്ട്രോങ് ഓക്സിഡന്റ് എന്ന് പറയുന്നത് അവരുടെ എക്സൈറ്റഡ് ആയിട്ടുള്ള ക്ലോറോഫിൽ എ റിയാക്ഷൻ സെന്റർ മോളിക്യൂളാണ്. അതേസമയം ഫോട്ടോ സിസ്റ്റം 1ന്റെ സ്ട്രോങ് റിഡക്റ്റന്റ് എന്ന് പറയുന്നത് ഫെറിഡോക്സിൻ ആണ് എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? യെസ്. ഫോട്ടോ സിസ്റ്റംസ് 2's റിഡക്റ്റന്റ് റീറെഡ്യൂസസ് ഫോട്ടോ സിസ്റ്റം 1 ഓക്സിഡന്റ്. അതായത് ഈ ഫോട്ടോ സിസ്റ്റം 2ലെ റിഡക്റ്റന്റുകൾ ഫോട്ടോ സിസ്റ്റം 1ന്റെ ഓക്സിഡൻസിനെ റെഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫോട്ടോ സിസ്റ്റം 2ലെ ആൾക്കാർ ഫോട്ടോ സിസ്റ്റം 1ലേക്ക് ഇലക്ട്രോൺസിനെ കൊടുക്കും. അതാണ് PS2 റിഡക്റ്റൻസ് റീറെഡ്യൂസസ് PS1 ഓക്സിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ? PS2ൽ നിന്നും ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നു? PS1ലേക്ക് പോകുന്നു. ഇലക്ട്രോൺസ് ഫ്ലോ ബിറ്റ്വീൻ ദ സിസ്റ്റംസ്. ഈ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ എമേഴ്സൺ എൻഹാൻസ്മെന്റ് ഇഫക്റ്റ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. അപ്പൊ പിടികിട്ടിയല്ലോ ഫ്രണ്ട്സ്? അപ്പൊ ഇതിന്റെ ഒരു റിഡക്ഷൻ ഓക്സിഡേഷൻ കോൺസെപ്റ്റിലെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് നമ്മുടെ കൂട്ടുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. ക്ലിയർ ആണ്? ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2വുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ CSIR നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബേസിക് ഫൗണ്ടേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ മറ്റു പരീക്ഷകൾ ചെയ്യുന്നത് പോലെ വെറുതെ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിന്റെ അകത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റീഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ റീഡിങ് വളരെ മസ്റ്റ് ആണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്.
അങ്ങനെയെങ്കിൽ കുട്ടികളെ നമ്മൾ അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്, സെഡ് സ്കീം ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട സെഡ് സ്കീമിനെ കുറിച്ച് നമ്മുടെ കൂട്ടുകാരെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. 6 സാഗ് ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് മെക്കാനിസംസ്, മോഡൽ ഓഫ് ഫോട്ടോസിന്തറ്റിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. കുട്ടികളെ സെഡ് സ്കീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോട്ടോസിന്തറ്റിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ ഒരു മോഡലാണ് അല്ലെ. കാരണം അത് വരയ്ക്കുമ്പോൾ ഒരു സെഡ് അക്ഷരത്തിന്റെ ആകൃതിയിൽ വരും എന്നതുകൊണ്ടാണ്. നെയിംഡ് ഫോർ ഇറ്റ്സ് 6 സാഗ് എനർജി ഡയഗ്രാം. അതായത് അതിന്റെ എനർജി ഡയഗ്രത്തിന്റെ ഒരു 6 സാഗ് നേച്ചറിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഫോട്ടോസിന്തറ്റിക് ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ഒരു സെഡ് സ്കീമായിട്ട് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. കുട്ടികളെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ആ സെഡ് സ്കീമിനെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. നോക്കൂ, ഇവിടെ കാണുന്നതാണ് ഫോട്ടോ സിസ്റ്റം 2, ഇവിടെ കാണുന്നതാണ് ഫോട്ടോ സിസ്റ്റം 1. ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഡയഗ്രത്തിന്റെ രീതികൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്നത് ഫോട്ടോ സിസ്റ്റം 2വിനേക്കാൾ കുറച്ചും കൂടെ ഉയർന്നാണ് ഇരിക്കുന്നത് അല്ലെ. ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്നത് ഫോട്ടോ സിസ്റ്റം 2വിനേക്കാൾ അല്പം കൂടെ ഉയർന്നാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിന്റെ കാരണം എന്താ? ഇടതുവശത്ത് കാണുന്ന ആ വൈ ആക്സിസ് നിങ്ങളൊന്ന് പരിശോധിച്ച്, ഇത് റിഡോക്സ് പൊട്ടൻഷ്യൽ ആണ്. അതായത് ഉയർന്നു പോകുമ്പോൾ അത് കൂടുതൽ റെഡ്യൂസിങ് നേച്ചറും താഴേക്ക് വരുമ്പോൾ കൂടുതൽ ഓക്സിഡൈസിങ് നേച്ചറുമാണ്. അപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം, എക്സൈറ്റഡ് ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറയുന്നത് വീക്ക് റിഡക്റ്റന്റ് ആണ്, എക്സൈറ്റഡ് ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്നത് സ്ട്രോങ് റിഡക്റ്റന്റ് ആണ്. അതുകൊണ്ട് നോക്കിക്കേ, ഈ ഫോട്ടോ സിസ്റ്റം 2വിനേക്കാൾ ഉയർന്നാണ് നമ്മുടെ ഫോട്ടോ സിസ്റ്റം 1ന്റെ പൊസിഷനിങ് ഇരിക്കുന്നത്. അവരൊരു സ്ട്രോങ് റിഡക്റ്റന്റ് ആണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വളരെ ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഇതേ ക്ലോറോഫിൽ എ എന്ന് പറയുന്ന ആൾ ഒരു സ്ട്രോങ് ഓക്സിഡന്റും കൂടിയാണ് അല്ലെ. അവിടെ സ്ട്രോങ് ഓക്സിഡന്റ് ആണ്, കാരണം അവൻ താഴെയാണ് ഇവിടെ നമ്മൾ എനർജി കാണിച്ചിരിക്കുന്നത്. എന്നാൽ അവനേക്കാൾ മുകളിലാണ് നമ്മുടെ ഫോട്ടോ സിസ്റ്റം 1ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഇവനേക്കാൾ വീക്ക് ഓക്സിഡന്റ് ആണ് ഇവൻ അല്ലെ. താഴേക്ക് വരുമ്പോൾ ഓക്സിഡൈസിങ് പവർ കൂടുകയും മുകളിലേക്ക് പോകുമ്പോൾ റെഡ്യൂസിങ് പവർ എന്ത് ചെയ്യുന്നു, കൂടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ ഇതാണ് നമ്മുടെ സെഡ് സ്കീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ ഒരു ഇസഡ് എന്ന് പറയുന്ന ഒരു ലെറ്ററിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സെഡ് സ്കീം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണ് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ 2 ഫോട്ടോ സിസ്റ്റംസ്. കുട്ടികളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യുകയും ഓക്സിജൻ മോളിക്യൂൾ ഇവോൾവ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. അവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, 2 വാട്ടർ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഓക്സിജൻ മോളിക്യൂളിനെ നമുക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. 2 വാട്ടർ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഓക്സിജൻ മോളിക്യൂളിനെ കിട്ടുള്ളൂ. കാരണം അതിന്റെ ഒരു ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അല്ലെ. ഒരു വാട്ടർ മോളിക്യൂളിന് O മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ അതിന്റെ അകത്ത് O2 വരാൻ സാധ്യത ഉണ്ടോ? ഇല്ല. അപ്പൊ 2 വാട്ടർ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഓക്സിജൻ മോളിക്യൂളിനെ കിട്ടുള്ളൂ. ഇതുവരെ ഓക്കെയാണ്, ഇതുവരെ ക്ലിയർ ആണ് എന്നാണ് എന്റെ വിശ്വാസം. എന്താണ് ഈ സെഡ് സ്കീം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഓപ്പറേഷൻ ഓഫ് 2 ഡിസ്റ്റിങ്ക്ട് ഫോട്ടോ സിസ്റ്റംസ്. PS1ഉം PS2ഉം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ സെഡ് സ്കീം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈച്ച് ഹാസ് ഇറ്റ്സ് ഓൺ ആന്റിന പിഗ്മെന്റ്സ് ആൻഡ് റിയാക്ഷൻ സെന്റർ. കുട്ടികളെ 2 ഫോട്ടോ സിസ്റ്റത്തിനും അവരുടേതായിട്ടുള്ള ആന്റിന പിഗ്മെന്റ്സും റിയാക്ഷൻ സെന്റേഴ്സും ഉണ്ടാകും. എന്താണ് കുട്ടികളെ ഈ ആന്റിന പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2 ഫോട്ടോ സിസ്റ്റംസിലും റിയാക്ഷൻ സെന്റർ ഉണ്ട്. റിയാക്ഷൻ സെന്റർ ആണ് ഈ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. 2 ഫോട്ടോ സിസ്റ്റത്തിന്റെയും റിയാക്ഷൻ സെന്റർ ആര് തന്നെ? ക്ലോറോഫിൽ എ എന്ന് പറയുന്ന പിഗ്മെന്റ് തന്നെ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. റിയാക്ഷൻ സെന്റർ ആയിട്ട് 2 ഫോട്ടോ സിസ്റ്റത്തിലും പ്രവർത്തിക്കുന്നത് ക്ലോറോഫിൽ എ എന്ന് പറയുന്ന പിഗ്മെന്റ് തന്നെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, സാർ അപ്പോ ക്ലോറോഫിൽ എ 2 ഉണ്ടെങ്കിൽ ഇവർ എങ്ങനെയാണ് 2 ഡിഫറന്റ് വേവ് ലെങ്തിൽ അബ്സോർപ്ഷൻ നടത്തുന്നത്? കാരണം 2 ക്ലോറോഫിൽ എ ആണ് റിയാക്ഷൻ സെന്റർ എങ്കിൽ ഫോട്ടോ സിസ്റ്റം 2ൽ 680ഉം ഫോട്ടോ സിസ്റ്റം 1ൽ 700 നാനോമീറ്ററിലും എങ്ങനെ അബ്സോർബ് ചെയ്യും എന്ന ന്യായമായ ഒരു സംശയമാണ് അല്ലെ. അതിന്റെ ഉത്തരമെന്ന് പറയുന്നത്, ഈ ക്ലോറോഫിൽ എയുമായിട്ട് ചില പ്രോട്ടീനുകളുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്.
ക്ലോറോഫിൽ എ വെറുതെ ഇരിക്കുമല്ല. റിയാക്ഷൻ സെന്റർ എന്ന് പറയുമ്പോൾ ക്ലോറോഫിൽ എ മാത്രം ഇരിക്കുന്ന ഒരു സ്ഥലമൊന്നും അല്ല. അവിടെ വേറെ കുറെ പ്രോട്ടീനുകളുണ്ട്. ഈ പ്രോട്ടീനുകളുടെ അറേഞ്ച്മെന്റും സാന്നിധ്യവും ഒക്കെയാണ് ഇവരെ ഡിഫറന്റ് വേവ് ലെങ്തിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ദേ ആർ കെമിക്കലി ഐഡന്റിക്കൽ, പക്ഷേ അവര് ബൗണ്ട് ആയിട്ടിരിക്കുന്ന പ്രോട്ടീനുകളുടെ സാന്നിധ്യമാണ് അവരെ കൊണ്ട് റെഡ് റീജിയനിലും ഫാർ റെഡ് റീജിയനിലും അബ്സോർപ്ഷൻ നടത്തിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ റിയാക്ഷൻ സെന്ററിലെ ക്ലോറോഫിൽ എ ഒഴികെ ബാക്കിയുള്ള പിഗ്മെന്റ്സ് ആണ് ആന്റിന പിഗ്മെന്റ്സ്. ഓക്കെ, അതായത് റിയാക്ഷൻ സെന്ററിലെ ക്ലോറോഫിൽ എ ഒഴികെ ബാക്കി ചുറ്റുവട്ടത്ത് നിൽക്കുന്ന പിഗ്മെന്റുകളാണ് ആന്റിന പിഗ്മെന്റ്സ്. അതിൽ വീണ്ടും ക്ലോറോഫിൽ എകൾ വരാം. ഇപ്പൊ റിയാക്ഷൻ സെന്ററിൽ മാത്രമല്ലല്ലോ, പുറത്തും ക്ലോറോഫിൽ എ ഉണ്ടാവുമല്ലോ. ആ ക്ലോറോഫിൽ എയും കരോട്ടിനോയിഡ്സും മറ്റു ആൾക്കാരും ഒക്കെ നമ്മുടെ ആന്റിന പിഗ്മെന്റ്സ് ആണ്. അപ്പൊ ഈ ആന്റിന പിഗ്മെന്റ്സിന്റെ പരിപാടി എന്ന് പറയുന്നത് എന്താ? എക്സ്ട്രാ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈറ്റ് അബ്സോർബിങ് സർഫസ് ഏരിയ കൂട്ടുക എന്നും മാക്സിമം ലൈറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കുക എന്നും ആ എനർജിയെ മൊത്തം നമ്മുടെ റിയാക്ഷൻ സെന്ററിലേക്ക് കൊടുക്കുക എന്നതുമാണ് നമ്മുടെ ആന്റിന പിഗ്മെന്റ്സിന്റെ ഉദ്ദേശം. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുത്ത് നമ്മുടെ റിയാക്ഷൻ സെന്ററിലെ ക്ലോറോഫിൽ എയുടെ നടുകൊടിയും. കാരണം ഒരാൾ വിചാരിച്ചാൽ എത്ര എന്നും പറഞ്ഞ് നമുക്ക് ലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും? അതിന് സഹായിക്കണ്ടേ? ആരുടെയെങ്കിലും സഹായം വേണ്ടേ? അങ്ങനെ റിയാക്ഷൻ സെന്ററിനെ സഹായിക്കുന്ന ആൾക്കാരാണ് ആന്റിന പിഗ്മെന്റ്സ്. ആന്റിന പിഗ്മെന്റ്സിലും ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, നമ്മുടെ കാരോട്ടിനോയിഡ്സ് ഉണ്ട്. അങ്ങനെ കുറെ പിഗ്മെന്റ്സുകളെല്ലാം ആന്റിന പിഗ്മെന്റ്സ് ആണ്. റിയാക്ഷൻ സെന്ററിന്റെ പുറത്ത് കിടക്കുന്നവരെല്ലാം ആന്റിന പിഗ്മെന്റ്സ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ. ദേ ആർ ലിങ്ക്ഡ് ബൈ ആൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അല്ലെ? അതായത് ആര്? നമ്മുടെ ഫോട്ടോ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉപയോഗിച്ച് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കുട്ടികളെ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഈ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ആ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഈ സെഗ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും നമ്മൾ എത്രത്തോളം ഡെപ്തിലാണ് ഈ കണ്ടന്റുകൾ നമ്മൾ പഠിക്കുന്നത് എന്ന്. കാരണം അത്രയും മെയിൻ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം ഓക്കെയാണ്. They form the basis of modern understanding of oxygenic photosynthesis. ഈ ഫോട്ടോ സിസ്റ്റംസ് കണ്ടുപിടിച്ചപ്പോഴാണ് ഓക്സിജനെ ഇവോൾവ് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്നും അത് ഫോട്ടോ സിസ്റ്റത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന്റെ ഭാഗമായത് എങ്ങനെയാണെന്നും നമുക്ക് ധാരണ കിട്ടിയത്, അല്ലെ? കാരണം ഫോട്ടോ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചപ്പോഴാണല്ലോ ഈ പറഞ്ഞ ഓക്സിജൻ എവല്യൂഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലായത്. അപ്പൊ അതാണ് നമ്മുടെ ഫോട്ടോ സിസ്റ്റംസിന്റെ പ്രത്യേകത. അപ്പൊ കുട്ടികളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആന്റിന പിഗ്മെന്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കും. റിയാക്ഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫോട്ടോസിന്തസിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം അത്ര മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ. അപ്പൊ മറ്റു പരീക്ഷകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും വെറുതെ പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഓക്കെയാണ് കുട്ടികൾ. അങ്ങനെ നമ്മൾ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്, ഓർഗനൈസേഷൻ ഓഫ് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ്. ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസിന്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? നമുക്കറിയാമല്ലോ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൽ, അതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. യൂകാരിയോട്സിനെ സംബന്ധിച്ച് ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്തെ ചില ഭാഗങ്ങൾ അല്ലെ, ഡിസ്ക് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന തൈലാക്കോയിഡ്സ്, അതിന്റെ കൂട്ടത്തിനെ നമ്മൾ ഗ്രാന എന്ന് വിളിക്കും. ഗ്രാനകൾക്കിടയിലെ കണക്ഷൻസിനെ നമ്മൾ നമ്മുടെ ലമല്ലെ എന്ന് നമ്മൾ വിളിക്കും, ഇല്ലേ? ഇതിന് വെളിയിൽ കിടക്കുന്ന ഏരിയയെ നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കും. ഇങ്ങനെ പല സെഗ്മെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ബേസിക്കലി ആ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ ഒരു ഘടന. ക്ലോറോപ്ലാസ്റ്റ് ഈസ് ദ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. Light reactions occur in thylakoid membranes while carbon reduction occurs in stroma. ഇത് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിച്ച ഒരു പോയിന്റ് ആണ്. തൈലാക്കോയിഡ് മെംബ്രെയിൻസിൽ ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അവിടെയാണ് ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നത്. കാരണം തൈലാക്കോയിഡ് മെംബ്രെയിനിലാണ് ആരിയ്ക്കുന്നത്? ക്ലോറോഫിൽ ഇരിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ സ്ട്രോമയിലാണ് നമ്മുടെ കാൽവിൻ സൈക്കിൾ പോലെയുള്ള ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അത് കാർബൺ റിഡക്ഷൻ, കാർബൺ ഫിക്സേഷൻ, ഇത് നടക്കുന്നത് സ്ട്രോമയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഡയഗ്രത്തിൽ കാണാം. സ്ട്രോമ, നമ്മുടെ തൈലാക്കോയിഡ്സ്, ഇവിടെ അതിന്റെ ഒരു എന്താണ് ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കളർഫുൾ ഇമേജ് അല്ല, അത് പുറകെ വരുന്നുണ്ട്.
നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന് ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻസ് ഉണ്ട്. തൈലാക്കോയിഡ്സിനെ പരസ്പരം അറ്റാച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്ന സ്ട്രോമ ലമല്ലകൾ അതിന്റെ ഇടയിൽ കാണാം. ഇതിപ്പോ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ അടുത്തൊരു ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ ഗ്രാനയെ തന്നെയാണ് ഗ്രാന ലമല്ലെ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമുക്ക് നോക്കാം. നമ്മൾ ആ തൈലാക്കോയിഡിന്റെ സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. ഓക്കെ, ഗ്രാന ലമല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ഗ്രാന ലമല്ലെ എന്ന് പറഞ്ഞാൽ സ്റ്റാക്സ് ഓഫ് തൈലാക്കോയിഡ്സ്. തൈലാക്കോയിഡ് എന്ന് പറയുന്ന ഡിസ്കിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അതിന്റെ ബണ്ടിലിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന അല്ലെങ്കിൽ ഗ്രാന ലമല്ലെ. ദേ നിങ്ങൾ നോക്കിക്കേ, ഈ ഡയഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളത് അല്ലെ. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ദേ കുറെ പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കാണുന്നില്ലേ? ഇതാണ് കുട്ടികളെ ഗ്രാന ലമല്ലെ. ഇതിനെ തന്നെയാണ് ഗ്രാന എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെ ഗ്രാന ലമല്ലെ എന്ന് നമ്മൾ വിളിക്കുന്നു. സ്റ്റാക്ഡ് ആയിട്ടുള്ള തൈലാക്കോയിഡ്സ് ആണ്, അതായത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന തൈലാക്കോയിഡ്സ് ആണ്. ഓക്കെ കുട്ടികളെ, ഈ ഗ്രാന ലമല്ലയിലാണ് ആരിയിരിക്കുന്നത്? ഫോട്ടോ സിസ്റ്റം 2 ഇരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഗ്രാന ലമല്ലയിലാണ് ഫോട്ടോ സിസ്റ്റം 2 ഇരിക്കുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രാന ലമല്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാനയിലാണ് ഫോട്ടോ സിസ്റ്റം 2 ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്ട്രോമ ലമല്ലെ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, സ്ട്രോമ ലമല്ലെ, അതേതാ? നോക്കിക്കേ, ഈ പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ ഇടയിലുള്ള ചെറിയ കണക്ഷൻസ് ഇല്ലേ? അതെ, ഇതൊന്ന്, ഇത് 2, ഇത്തരത്തിലുള്ള കണക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലമല്ലെ. ഓക്കെ, ഇത്തരത്തിലെ കണക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലമല്ലെ. അതിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ടേ, സ്ട്രോമ ലമല്ലെ. ഇത് ഗ്രാനമാണേ, അല്ലെങ്കിൽ ഗ്രാന ലമല്ലെ. അതിന്റെ ഇടയിൽ ബന്ധിപ്പിക്കുന്നത് സ്ട്രോമ ലമല്ലെ. കുട്ടികൾ, ഈ സ്ട്രോമ ലമല്ലയിലാണ് ആര് കാണുന്നത്? ഫോട്ടോ സിസ്റ്റം 1ഉം ATP സിന്തേസും കാണപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ലൈറ്റ് റിയാക്ഷന്റെ ഭാഗമായിട്ട് ATP സിന്തേസ് അല്ലെങ്കിൽ ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? നമ്മുടെ സ്ട്രോമയിൽ നിന്നുള്ള പ്രോട്ടോൺസിനെ എല്ലാം നമ്മുടെ സൈറ്റോക്രോം B6Fന്റെ സഹായത്താൽ നമ്മൾ നമ്മുടെ തൈലാക്കോയിഡിന്റെ ലൂമനിലേക്ക് കൊണ്ടുവരികയും അതിനെ തിരിച്ച് സ്ട്രോമയിലേക്ക് പമ്പ് ചെയ്ത് ഇറക്കി അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ATP നിർമ്മിക്കും എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീണ്ടും പഠിക്കും. അപ്പൊ ഇത് ഇത്തരത്തിൽ നടക്കണമെങ്കിൽ അവിടെ ഒരു ATP സിന്തേസ് വേണം. അപ്പൊ ഫോട്ടോ സിസ്റ്റം 1ഉം ATP സിന്തേസും കാണപ്പെടുന്നത് എവിടെ? സ്ട്രോമ ലമല്ലയിലാണ്. പഠിച്ചു വെച്ചോണം കേട്ടോ. ഗ്രാന ലമല്ലയിൽ അല്ലെങ്കിൽ ഗ്രാനയിൽ ഫോട്ടോ സിസ്റ്റം 2 ഇരിപ്പുണ്ട്. സ്ട്രോമ ലമല്ലയിൽ ഫോട്ടോ സിസ്റ്റം 1ഉം ATP സിന്തേസും ഇരിപ്പുണ്ട്. ഇതിന്റെ ലൊക്കേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പിന്നീട് നമ്മുടെ ലൈറ്റ് ഫേസിന്റെ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്നൊക്കെ പറയുന്ന സെഗ്മെന്റുകളെ കുറിച്ച് കാണുമ്പോൾ ഈ പറയുന്ന മേഖലയിലേക്ക് നമുക്ക് വീണ്ടും വരേണ്ടി വരും. ഓക്കെ, അപ്പൊ ഗ്രാന ലമല്ലെ ഫോട്ടോ സിസ്റ്റം 2ന്റെ സൈറ്റ് ആണെങ്കിൽ സ്ട്രോമ ലമല്ലെ ഫോട്ടോ സിസ്റ്റം 1ന്റെയും ATP സിന്തേസിന്റെയും സൈറ്റ് ആണ്. വ്യക്തമല്ലേ? തൈലാക്കോയിഡ് ലൂമൻ, ഈ തൈലാക്കോയിഡിന്റെ ഉള്ളിൽ അവിടെ എന്താ സംഭവിക്കുക? ഇറ്റ് ഇസ് എ ഇന്റേണൽ സ്പേസ് വെയർ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽഡ്സ് അപ്പ്. ഇല്ലേ? സ്ട്രോമയിൽ കിടക്കുന്ന പ്രോട്ടോണിനെ തൈലാക്കോയിഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് തിരിച്ചു പമ്പ് ചെയ്ത് ATPയെ നിർമ്മിക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ തൈലാക്കോയിഡ് ലൂമൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റിന്റെ ബിൽഡപ്പിന് സഹായിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പൊ നോക്കൂ, ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ അല്ലേ? അപ്പോ കുട്ടികളെ, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ ഗ്രാന ലമല്ലെ, സ്ട്രോമ ലമല്ലെ, തൈലാക്കോയിഡ് ലൂമൻ തുടങ്ങിയ മേഖലകളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത്. വ്യക്തമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിന്റെ എൻവലപ്പ്, അതായത് ക്ലോറോപ്ലാസ്റ്റിനെ പൊതിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഡബിൾ മെംബ്രെയിൻ അല്ലെ. ഇതൊരു ഡബിൾ മെംബ്രെയിൻ കൊണ്ടാണ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്. ഡബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആ മെംബ്രെയിന്റെ കോമ്പോസിഷൻ എന്ത് തന്നെ? നമ്മുടെ ലിപ്പിഡ് ബൈലെയറിന്റെ കോമ്പോസിഷൻ തന്നെ. ഇത് നോക്കിക്കേ, ഇവിടെ ഒരു ഔട്ടർ എൻവലപ്പ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ എൻവലപ്പ് കാണാം, അല്ലെ? ഉള്ളിൽ ഒരെണ്ണം, പുറത്തൊരെണ്ണം. അപ്പൊ ഇങ്ങനെ 2 ലെയർ ഓഫ് ലിപ്പിഡ് ബൈലെയേഴ്സ് ഉള്ള ഒരു
അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങൾക്കറിയാം അത് എന്തുകൊണ്ടാണ് വന്നത് എന്ന്. നമ്മുടെ എൻഡോ സിംബയോട്ടിക് തിയറിയൊക്കെ ലിൻ മാർഗുലിസിന്റെ എൻഡോ സിംബയോട്ടിക് തിയറിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആയിരുന്നു എന്നും അതിനെ നമ്മുടെ യൂക്യാരിയോട്സിന്റെ ഒരു പൂർവികനായ ഒരു പ്രോകാരിയോട്ട് അതിനെ വിഴുങ്ങിയെന്നും അങ്ങനെ വിഴുങ്ങിയപ്പോൾ ആണ് അത് ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറായി മാറിയതെന്നും ഒക്കെയുള്ള തിയറികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോറോപ്ലാസ്റ്റിന് ഡബിൾ മെംബ്രെയിൻ ആണ്. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിന് മെറ്റാബോളൈറ്റ് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട് അല്ലെ. അവരുടെ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അവിടെ പല മെറ്റാബോളൈറ്റ്സിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മോളിക്യൂൾസ് അവരുടെ മെംബ്രെയിൻസിലുണ്ട്. ക്ലോറോപ്ലാസ്റ്റിന് സ്വന്തമായി DNA-യും RNA-യും റൈബോസോമുകളും ഒക്കെ ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിന് സ്വന്തമായിട്ട് DNA ഉള്ള വിവരമൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ എൻഡോ സിംബയോട്ടിക് തിയറിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇല്ലേ. അതിന് സ്വന്തമായിട്ട് DNA ഉണ്ട്, അവിടെ RNA സ്വന്തമായിട്ടുണ്ട്, ക്ലോറോപ്ലാസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് റൈബോസോംസ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലോറോപ്ലാസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ക്ലോറോപ്ലാസ്റ്റ് സ്വാഭാവികമായിട്ടും ക്ലോറോപ്ലാസ്റ്റിലെ എല്ലാ പ്രോട്ടീൻസും ഈ DNA ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ക്ലോറോപ്ലാസ്റ്റിലെ നിരവധി പ്രോട്ടീനുകൾ ന്യൂക്ലിയസ് DNA ഉപയോഗിച്ച് നിർമ്മിച്ച് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. കാരണം ക്ലോറോപ്ലാസ്റ്റിന് DNA ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ എല്ലാ പ്രോട്ടീനുകളും ക്ലോറോപ്ലാസ്റ്റിന്റെ DNA തന്നെ എൻകോഡ് ചെയ്യുന്നതാണോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം സ്വാഭാവികമായിട്ടും. പക്ഷെ അങ്ങനെയല്ല. ക്ലോറോപ്ലാസ്റ്റിന്റെ എല്ലാ DNA-യും അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിന്റെ എല്ലാ പ്രോട്ടീൻസും അവരുടെ DNA അല്ല എൻകോഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ന്യൂക്ലിയർ DNA തന്നെ എന്ത് ചെയ്യുന്നു, എൻകോഡ് ചെയ്തിട്ട് ആ പ്രോട്ടീനെ പിന്നെ ഇമ്പോർട്ട് ചെയ്ത് ക്ലോറോപ്ലാസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു മെംബ്രെയിനിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് സ്വന്തമായിട്ട് DNA ഉണ്ട്, RNA ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, അത് ലിപ്പിഡ് ബൈലെയർ കൊണ്ട് അതും 2 മെംബ്രെയിനുകൾ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. അതിന് ചില മെറ്റാബോളൈറ്റ് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. കൂട്ടലെ അങ്ങനെയെങ്കിൽ നമ്മുടെ തൈലാക്കോയിഡ് മെംബ്രെയിൻ പ്രോട്ടീനുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് നോക്കാം. കണ്ടെയ്ൻ മെനി ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. തൈലാക്കോയിഡിന്റെ മെംബ്രെയിൻ എന്ന് പറയുന്നതിന് നിരവധി ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ട്. കുട്ടികളെ എന്താണ് ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്? നമുക്കറിയാലോ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസും ഉണ്ട്, ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസും ഉണ്ട് അല്ലെ. അതായത് ഇവര് ആ മെംബ്രെയിനിൽ എംബഡഡ് ആയിട്ട് കിടക്കുക, അതിനാണ് ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അത്തരം ഇന്റഗ്രേഷൻ ഇല്ല, അത് മെംബ്രെയിന്റെ പുറത്തായിരിക്കും കാണുന്നത്. പക്ഷെ ഇവിടെ തൈലാക്കോയിഡ് മെംബ്രെയിന്റെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അവർ ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ്. അവർ വളരെ സ്റ്റേബിൾ ആണ് മെംബ്രെയിനിൽ, അതുപോലെ തന്നെ അവർ ഹൈഡ്രോഫോബിക് നേച്ചർ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇന്റഗ്രൽ ആയിട്ട് തന്നെ കാണപ്പെടാൻ സാധിക്കുന്നത്. ഇനി തൈലാക്കോയിഡിന്റെ മെംബ്രെയിനിലാണ് ദേ ഇൻക്ലൂഡ് റിയാക്ഷൻ സെന്റേഴ്സ്. 2 ഫോട്ടോ സിസ്റ്റത്തിന്റെയും റിയാക്ഷൻ സെന്റർ കാണുന്നത് എവിടെ തന്നെ? തൈലാക്കോയിഡിന്റെ മെംബ്രെയിനിൽ തന്നെ. ആന്റിന പിഗ്മെന്റ് പ്രോട്ടീൻ കോംപ്ലക്സസ്. ആന്റിന പിഗ്മെന്റുകളും പ്രോട്ടീനുമായിട്ടും ചേർന്നിരിക്കുന്ന അവസ്ഥ ഇതും എവിടെ തന്നെ? തൈലാക്കോയിഡിന്റെ മെംബ്രെയിനിൽ തന്നെ. ഇലക്ട്രോൺ കാരിയേഴ്സ് ഇത് കാണുന്നതും തൈലാക്കോയിഡിന്റെ മെംബ്രെയിനിൽ തന്നെ. സോ ബേസിക്കലി നമ്മൾ ആ Z സ്കീമിൽ പഠിക്കുന്ന മിക്ക ആളുകളും, എല്ലാവരും ഞാൻ പറയില്ല, മിക്ക ആളുകളും എവിടെ തന്നെയാണ്? നമ്മുടെ ഈ തൈലാക്കോയിഡിന്റെ മെംബ്രെയിനിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ അപ്പൊ ഈ Z സ്കീമിൽ ഒരെണ്ണം താഴെ ഒരെണ്ണം മുകളിലും കുറെ പേര് ഇപ്പുറത്തും അല്ലേ കിടക്കുന്നത്? അപ്പോ കുട്ടികളെ നിങ്ങൾ അവിടെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, Z സ്കീം എന്ന് പറഞ്ഞാൽ പൊസിഷന്റെ അടിസ്ഥാനത്തിലെ സ്കീം അല്ല, എനർജി വേരിയേഷനിലെ സ്കീമാണ്. ഇവരെല്ലാവരും കാണപ്പെടുന്നത് തൈലാക്കോയിഡിന്റെ മെംബ്രെയിനിൽ തന്നെ. പക്ഷെ ഇവരുടെ എനർജിയിൽ വരുന്ന ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് Z സ്കീം നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഒരെണ്ണം താഴെ കിടക്കുന്നു ഒരെണ്ണം മുകളിൽ കിടക്കുന്നു പിന്നെ Z ആകൃതിയിൽ കിടക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് എനർജിയുടെ ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്, പൊസിഷന്റെ റെപ്രസെന്റേഷൻ അല്ല. പ്രോട്ടീൻസ് ഹാവ് എ ഫിക്സ്ഡ് ഓറിയന്റേഷൻ. അതായത് ഈ തൈലാക്കോയിഡ്സിലെ പ്രോട്ടീൻസിന് ഒരു ഫിക്സ്ഡ് ഓറിയന്റേഷൻ ആണ് പൊതുവെ കാണപ്പെടുന്നത്. വൺ സൈഡ് ഫേസിങ് സ്ട്രോമ, അതർ സൈഡ് ഫേസിങ് ലൂമൻ അല്ലെ. അതായത് സ്വാഭാവികമായിട്ട് ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഒരു സ്ട്രോമയുടെ ഭാഗത്തും ഒരെണ്ണം തൈലാക്കോയിഡിന്റെ ലൂമന്റെ ഭാഗത്തും ഫേസ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഇത്തരത്തിലാണ് നമ്മുടെ തൈലാക്കോയിഡിന്റെ പ്രോട്ടീനുകൾ കാണപ്പെടുന്നത്. ഓക്കെ. അപ്പൊ അവരുടെ പ്രോട്ടീനുകളുടെ നിലനിൽപ്പും അവരുടെ പ്രത്യേകതകളും അതിൽ ആരുൾപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ഈ മേഖലയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഫോട്ടോ സിസ്റ്റത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. ഫോട്ടോ സിസ്റ്റം 2 ഈസ് ലൊക്കേറ്റഡ് മെയിൻലി ഇൻ ഗ്രാന ലമല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്.
ഗ്രാന അല്ലെങ്കിൽ ഗ്രാന ലമല്ലയിലാണ് ഫോട്ടോ സിസ്റ്റം 2 കാണപ്പെടുന്നത്. പഠിച്ചു വെച്ചോണം. ഫോട്ടോ സിസ്റ്റം 2 കാണപ്പെടുന്നത് ഗ്രാന ലമല്ലയിലാണ്. ഫോട്ടോ സിസ്റ്റം 1ഉം ATP സിന്തേസും കാണപ്പെടുന്നത് സ്ട്രോമ ലമല്ലയിലാണ്. അല്ലെ? ഗ്രാന ലമല്ല എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെ കാണപ്പെടുന്ന കൂട്ടമാണെങ്കിൽ അതിന്റെ ഇടയിലെ കണക്ഷൻസ് ആണ് സ്ട്രോമ ലമല്ല. ഗ്രാന ലമല്ലയിലാണ് PS2 കാണുന്നതെങ്കിൽ സ്ട്രോമ ലമല്ലയിലാണ് PS1ഉം ATP സിന്തേസും കാണപ്പെടുന്നത്. Electron carriers like plastoquinone, plastocyanin move between photosystem 2 and photosystem 1. കുട്ടികളെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ഈ ഫോട്ടോസിസ്റ്റം 1 എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് പലരും വിചാരിക്കുന്നത് ഈ പ്ലാസ്റ്റോക്വിനോൺ എന്നൊക്കെ പറയുന്ന സെഗ്മെന്റുകളാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറയുന്നത് അതിന്റെ പല വേരിയേഷൻസ് ഇവിടെ കാണപ്പെടാം. ഓക്കെ, ഇപ്പൊ ക്വിനോണിന്റെ തന്നെ ക്വിനോൺ എ, ക്വിനോൺ ബി എന്നൊക്കെ പറയുന്ന വേരിയേഷൻസ് ഫോട്ടോ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറെ പ്ലാസ്റ്റോക്വിനോണിന്റെ പൂള് വരുന്നുണ്ട്. നമ്മുടെ സെഡ് സ്കീമിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ആ സെഡ് സ്കീമിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഇതേ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പൊ ഫിയോഫൈറ്റിനുണ്ട്. അവിടെ നിന്നും അത് പ്ലാസ്റ്റോക്വിനോൺ എ, പ്ലാസ്റ്റോക്വിനോൺ ബി, പിന്നെ വേറെ പ്ലാസ്റ്റോക്വിനോണിന്റെ തന്നെ ഉള്ള വേറെ കുറെ പ്ലാസ്റ്റോക്വിനോൺ പൂൾ എന്ന് പറയുന്ന വേറെ കുറെ ആളിലേക്കൊക്കെ പോകും. ഓക്കെ, ഇതിപ്പോ പ്ലാസ്റ്റോക്വിനോൺ എ എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ക്വിനോൺ എ എന്നും ക്വിനോൺ ബി എന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ഇതെല്ലാം ഫോട്ടോ സിസ്റ്റം 2ന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഈ പ്ലാസ്റ്റോക്വിനോൺ പൂളിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോ സിസ്റ്റം 2ന്റെ എക്സാക്ട് കോമ്പണൻസ് അല്ല. ഇവർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ പ്ലാസ്റ്റോക്വിനോൺ ആയിട്ട് നമ്മൾ പറയുന്ന ഈ പൂളിൽ കിടക്കുന്ന ആൾക്കാർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ QA അല്ലെങ്കിൽ ക്വിനോൺ എയും ക്വിനോൺ ബിയും ഒക്കെ നമ്മുടെ ഫോട്ടോ സിസ്റ്റവുമായിട്ട് ബൗണ്ട് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈവൻ ദോ ക്വിനോൺ എ സ്ട്രോങ്ലി ബൗണ്ടും ക്വിനോൺ ബി ലൂസ്ലി ബൗണ്ടും ഒക്കെ ആണെങ്കിൽ കൂടി ഇവര് നമ്മുടെ ഫോട്ടോ സിസ്റ്റം 2ന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അതിനുശേഷം വരുന്ന ഈ പ്ലാസ്റ്റോക്വിനോൺ പൂളിലെ ആൾക്കാർ അവര് ഈ ഫോട്ടോ സിസ്റ്റം 2വുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. അതിന്റെ ഇന്റഗ്രൽ കോമ്പണന്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ചലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ആ സ്ലൈഡിൽ ഇപ്പോ കണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, ഇലക്ട്രോൺ കാരിയേഴ്സ് ലൈക്ക് പ്ലാസ്റ്റോക്വിനോൺ, പ്ലാസ്റ്റോസയാനിൻ മൂവ് ബിറ്റ്വീൻ ഫോട്ടോ സിസ്റ്റം 2 ആൻഡ് ഫോട്ടോ സിസ്റ്റം 1. പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറയുന്നതും പ്ലാസ്റ്റോസയാനിൻ എന്ന് പറയുന്നതും ഫോട്ടോ സിസ്റ്റം 2ന്റെയും ഫോട്ടോ സിസ്റ്റം 1ന്റെയും ഇടയിൽ മൂവ് ചെയ്യാൻ പറ്റും. എവിടെയാണ് കുട്ടികളെ ഈ പ്ലാസ്റ്റോസയാനിനൊക്കെ വരുന്നത്? ഈ പ്ലാസ്റ്റോസയാനിൻ എവിടെ വരുന്നു? ഈ പ്ലാസ്റ്റോക്വിനോൺ പൂള് കഴിഞ്ഞാൽ സൈറ്റോക്രോം B6F വരും, എന്നിട്ടൊരു പ്ലാസ്റ്റോസയാനിൻ വരും, അല്ലെ? ഈ പ്ലാസ്റ്റോസയാനിനും മൂവ്മെന്റ് ഉള്ള ആളാണ്. സൈറ്റോക്രോം B6F അങ്ങനെ മൂവ് ചെയ്യില്ല, അത് ഒരു മെംബ്രെയിനിൽ തന്നെ ബൗണ്ട് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതിന്റെ സൈറ്റോക്രോം B6Fന്റെ വശങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ രണ്ട് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ട്രാൻസ്പോർട്ട് ചെയിനിൽ രണ്ട് സൈഡിൽ നിൽക്കുന്ന പ്ലാസ്റ്റോക്വിനോണും പ്ലാസ്റ്റോസയാനിനും മൂവ്മെന്റ് കാണിക്കുന്ന ആൾക്കാരാണ്. ദേ ക്യാൻ മൂവ്, ദേ കണക്ട്സ് ഫോട്ടോ സിസ്റ്റം 2 ആൻഡ് ഫോട്ടോ സിസ്റ്റം 1 എന്നതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്ലാസ്റ്റോസയാനിനും പ്ലാസ്റ്റോക്വിനോണും ഒന്നും നമ്മുടെ ഫോട്ടോ സിസ്റ്റം 2ന്റെ ഇന്റഗ്രൽ പാർട്ട് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഫോട്ടോ സിസ്റ്റത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മളിത് ഇവിടെ കണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഫോട്ടോ സിസ്റ്റത്തിലെ പ്രത്യേകിച്ചും ഫോട്ടോ സിസ്റ്റം 2ന്റെ ഒരു വളരെ പ്രസക്തമായ ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് വാട്ടർ സ്പ്ലിറ്റിംഗ്, അല്ലെ? വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഫോട്ടോ സിസ്റ്റം 2 മാത്രം ഇത് ചെയ്യുന്നത്. ബിക്കോസ് ഫോട്ടോ സിസ്റ്റം 2ലെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് ഒരു ഹൈ സ്ട്രോങ് ഓക്സിഡന്റ് ആണ്. അതുകൊണ്ടാണ് ഫോട്ടോ സിസ്റ്റം 1 ഒരു വീക്ക് ഓക്സിഡന്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് ആ സ്പ്ലിറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. 2 വാട്ടർ മോളിക്യൂളിനെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഒരു ഓക്സിജൻ മോളിക്യൂളിനെ കിട്ടുന്നത്. 2 വാട്ടർ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്ത് 4 ഇലക്ട്രോൺ 4 പ്രോട്ടോൺ 1 ഓക്സിജൻ മോളിക്യൂൾ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഓക്സിജൻ മോളിക്യൂളിനെ
ജനറേറ്റ് ചെയ്യാൻ 2 വാട്ടർ മോളിക്യൂൾ വേണം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വേറൊരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഓക്സിജൻ മോളിക്യൂളിനെ ജനറേറ്റ് ചെയ്യാൻ 4 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യണം. അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. അതായത് 4 ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുമ്പോഴാണ് ഒരു ഓക്സിജൻ മോളിക്യൂള് റിലീസ് ചെയ്യുന്നത്. ഇപ്പൊ 2 വെള്ളം എന്നത് നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇലക്ട്രോൺസിന്റെ കാര്യം വരുമ്പോൾ യു ഹാവ് ടു ബി കെയർഫുൾ. 4 ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നടക്കുമ്പോഴാണ് ഒരു ഓക്സിജൻ മോളിക്യൂള് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നത്. ആ ഒരു കണക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? പ്രോട്ടോൺസ് കോൺട്രിബ്യൂട്ട് ടു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോർ ATP സിന്തസിസ്. പ്രോട്ടോൺസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ കാണുന്ന പ്രോട്ടോൺസിന്റെ ഒക്കെ പ്രത്യേകത, തീർച്ചയായിട്ടും പ്രോട്ടോൺ എന്ന് പറയുന്നത് അവിടെ ഒരു ATP ഗ്രേഡിയന്റ് ഉണ്ടാകാൻ സഹായിക്കും. കുട്ടികളെ നിങ്ങൾക്ക് അറിയാമല്ലോ, വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എവിടെയാണ്? ഇൻസൈഡ് തൈലാക്കോയിഡ് ലൂമൻ. തൈലാക്കോയിഡിന്റെ ലൂമന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തപ്പോ അവിടെ പ്രോട്ടോൺ ഉണ്ടായില്ലേ? വിച്ച് മീൻസ് ലൂമന്റെ അകത്ത പ്രോട്ടോണിന്റെ അളവ് കൂടും. അതല്ലേ നമുക്ക് വേണ്ടത്. ആ പ്രോട്ടോണിന്റെ അളവ് കൂടുക എന്നതല്ലേ നമുക്ക് വേണ്ടത്. എന്നാലല്ലേ അവിടെ നിന്നും അതിനെ ATP സിന്തേസ് വഴി നമുക്ക് ഷട്ടിൽ ചെയ്ത് വെളിയിലേക്ക് ഇറക്കാൻ, പമ്പ് ചെയ്യാൻ പറ്റൂ സ്ട്രോമയിലേക്ക്. എന്നാലല്ലേ ATP നിർമ്മിക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ സൈറ്റോക്രോം B6 ഈ പ്രോട്ടോൺസിനെയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവരുമെങ്കിലും ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് വഴിയും നമ്മുടെ തൈലാക്കോയിഡ് ലൂമന്റെ ഉള്ളിൽ പ്രോട്ടോൺസിന്റെ അളവ് കൂടും എന്നതാണ്. അപ്പൊ ബേസിക്കലി തൈലാക്കോയിഡ് ലൂമന്റെ ഉള്ളിലെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് കൂട്ടാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് കൂടിയാണ് ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാട്ടർ സ്പ്ലിറ്റിങ്ങും സൈറ്റോക്രോം B6Fന്റെ ആക്ഷൻസും ഇതെല്ലാം കൂടെയാണ് നമ്മുടെ തൈലാക്കോയിഡ് ലൂമന്റെ ഉള്ളിലെ പ്രോട്ടോണിന്റെ അളവ് കൂട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ? അത് ഇതുവരെ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്, വാട്ടർ സ്പ്ലിറ്റിംഗ് പോലെ നമ്മൾ ആ കോൺസെപ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണ്? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഫോട്ടോ സിസ്റ്റം 1ന്റെയും ഫോട്ടോ സിസ്റ്റം 2ന്റെയും സ്റ്റോയിക്കിയോമെട്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ഇവിടെ സ്റ്റോയിക്കിയോമെട്രി? സ്റ്റോയിക്കിയോമെട്രി എന്ന് പറയുന്നത് അവരുടെ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെ ഒക്കെ ഒരു ബാലൻസിനെയാണ് നമ്മൾ സ്റ്റോയിക്കിയോമെട്രി എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി ഈ ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം തമ്മിൽ എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോട്ടോ സിസ്റ്റം 2ഉം ഫോട്ടോ സിസ്റ്റം 1ഉം ചെടികളിൽ ഒരേ അളവിലല്ല കാണപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു ചെടിയിൽ ഉള്ള അത്രയും ഫോട്ടോ സിസ്റ്റം 2 ആയിരിക്കില്ല അതേ ചെടിയിൽ ഫോട്ടോ സിസ്റ്റം 1ന്റെയും അളവ്. ദർ ഇസ് എ ഡിഫറൻസ്. അവർ തമ്മിലുള്ള ഒരു റേഷ്യോ നിങ്ങൾ ഓർത്ത് വെക്കണം. ഫോട്ടോ സിസ്റ്റം 2ഉം ഫോട്ടോ സിസ്റ്റം 1ഉം ഈക്വൽ അമൗണ്ട്സിൽ അല്ല കാണപ്പെടുന്നത്. നോർമൽ കേസിൽ നിങ്ങൾ പഠിക്കേണ്ടത്, നോർമൽ കേസിൽ 1.5 ഫോട്ടോ സിസ്റ്റം 2നെ 1 ഫോട്ടോ സിസ്റ്റം 1 എന്ന രീതിയിലാണ് നോർമൽ പ്ലാന്റ്സിൽ, ഹയർ പ്ലാന്റ്സിലൊക്കെ കാണുന്നത്. ഓക്കെ, അതായത് ഇവർ തമ്മിലുള്ള ഒരു ബാലൻസ്, അളവ്, അതിനെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ടിപ്പിക്കലി എക്സെപ്ഷണൽ കേസുകളുണ്ട്, ഞാൻ പറയാം. ടിപ്പിക്കലി ഫോട്ടോ സിസ്റ്റം 2 ഫോട്ടോ സിസ്റ്റം 1നേക്കാൾ ചെടികളിൽ അല്പം കൂടുതലാണ്. ഓക്കെ, അതായത് 1.5 ഫോട്ടോ സിസ്റ്റം 2 ഈസ് 1 ഫോട്ടോ സിസ്റ്റം. അതായത് ഒരു ഫോട്ടോ സിസ്റ്റം 1ന് 1.5 ഫോട്ടോ സിസ്റ്റം 2 എന്ന കണക്കിലാണ് കാണുന്നത്. ഈ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഫോട്ടോ സിസ്റ്റം 2ന്റെ സഹായത്തിലാണ് പ്രധാനമായിട്ടും നമ്മുടെ ATP സിന്തസിസ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഡാർക്ക് റിയാക്ഷൻസിലേക്ക് ഏകദേശം 3 ATPയും 2 NADPHും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡാർക്ക് റിയാക്ഷൻസിൽ 3 ATPയും 2 NADPHും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ATPയെ സ്വല്പം ഒന്ന് കൂടുതലാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്രോക്സിമേറ്റ്ലി 1.5 ഫോട്ടോ സിസ്റ്റം 2 എന്ന റേഷ്യോ അവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കണക്കൊന്നും നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ഇവർ തമ്മിലുള്ള റേഷ്യോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ജനറലി ചെടികളിൽ 1.5 ഫോട്ടോ സിസ്റ്റം 2 ഈസ് 1 ഫോട്ടോ സിസ്റ്റം 1 എന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഇനി ദ റേഷ്യോ ക്യാൻ ചേഞ്ച് വിത്ത് ലൈറ്റ് കണ്ടീഷൻസ്.
നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു റേഷ്യോ ഫോളോ ചെയ്യുന്നത്. ഷെയ്ഡ് എന്ന് പറയുന്നതിൽ വളരുന്ന ചെടികളെ സംബന്ധിച്ച് അവിടെ ഫോട്ടോ സിസ്റ്റം 1ന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അതായത് വളരെ തണലിൽ വളരുന്ന ചെടികളെ സംബന്ധിച്ച് അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഫോട്ടോ സിസ്റ്റം 1ന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഡിപ്പെൻസ്. ഇത് ചെടികളിൽ വ്യത്യാസമാണ്, അല്ലെങ്കിൽ ചെടികളിലെ ലൈറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ ഫോട്ടോ സിസ്റ്റം 1, 2 എന്നതിന്റെ ബാലൻസിനെ ബാധിക്കും. ഷെയ്ഡിൽ വളരുന്ന ചെടികൾക്ക് ഫോട്ടോ സിസ്റ്റം 1ന്റെ അളവ് കൂടുതലായിരിക്കും. അതല്ല, നോർമൽ ലൈറ്റിലൊക്കെ വളരുന്ന ചെടികളിൽ ഫോട്ടോ സിസ്റ്റം 2ന്റെ അളവാണ് സ്വല്പം കൂടി നിൽക്കുക. ഇനിയിപ്പോ സയാനോ ബാക്ടീരിയയൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലോ, കുട്ടികളെ സയാനോ ബാക്ടീരിയയിൽ ഫോട്ടോ സിസ്റ്റം 1 ആണ് കൂടുതൽ. ഫോട്ടോ സിസ്റ്റം 2വിനേക്കാൾ കൂടുതൽ ഫോട്ടോ സിസ്റ്റം 1 ആണ്. സയാനോ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത അതാണ്, അവർക്ക് ഫോട്ടോ സിസ്റ്റം 1 കൂടുതലാണ് ഫോട്ടോ സിസ്റ്റം 2വിനേക്കാൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫോട്ടോസിന്തസിസ് നടത്തുന്ന എല്ലാ ജീവജാലങ്ങളിലും ഈ റേഷ്യോ അല്ല. സയാനോ ബാക്ടീരിയയ്ക്ക് ഫോട്ടോ സിസ്റ്റം 1 കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇനിയിപ്പോ ഹയർ പ്ലാന്റ്സിന്റെ കേസ് ആണെങ്കിൽ തന്നെ വെളിച്ചം കുറവുള്ള സ്ഥലത്തും ഫോട്ടോ സിസ്റ്റം 1ന്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എന്നാലും ടിപ്പിക്കലി 1.5 PS2 to 1 PS1 എന്ന റേഷ്യോയിലാണ് ഇവർ കാണപ്പെടുന്നത്. ഓക്കെ, അനോക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. സുഹൃത്തുക്കളെ, അതായത് ബാക്ടീരിയകളെ സംബന്ധിച്ച് ഓക്കെ, അതായത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത ബാക്ടീരിയകളുടെ ഒരു പ്രത്യേകത നമ്മളിവിടെ കാണുകയാണ്. ഇത്തരം ബാക്ടീരിയകൾ, അനോക്സിജനിക് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകളുടെ ഒരു പ്രത്യേകത, ഇവർക്ക് 1 ഫോട്ടോ സിസ്റ്റമാണ് സാധാരണ കാണുന്നത്. ഇവർക്ക് സാധാരണ ഒരു ഫോട്ടോ സിസ്റ്റമാണ് കാണപ്പെടുന്നത്. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ അനോക്സിജനിക് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകളെ കുറിച്ചാണ്. ഓക്സിജനെ റിലീസ് ചെയ്യാത്ത ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകളെ കുറിച്ചാണ്. അവർക്ക് ഒരു ഫോട്ടോ സിസ്റ്റമേ ഉള്ളൂ. ചിലപ്പോൾ അത് PS1 പോലെ ഇരിക്കുന്നതാകാം, ചിലപ്പോൾ അത് PS2 പോലെ ഇരിക്കുന്നതാകാം. രണ്ട് കേസിലും ഇവർക്ക് ഒറ്റ ഫോട്ടോ സിസ്റ്റമേ ഉള്ളൂ. ആർക്ക്? ഓക്സിജനെ നിർമ്മിക്കാത്ത ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകൾക്ക്. ഓക്കെ, ഇവിടെ they perform cyclic electron flow, ATP only and no oxygen evolution. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ബാക്ടീരിയകളിൽ നമ്മുടെ നോർമൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിന് ഒരു ലീനിയർ രീതിയിലല്ല നടക്കുന്നത്, മറിച്ച് സൈക്ലിക്കൽ ആയിട്ട് ഇങ്ങനെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. സൈക്ലിക്കലായിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് അഡീഷണൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ആ സൈക്കിളിന്റെ അകത്ത് നിന്ന് ഇലക്ട്രോൺസ് പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരിൽ ഓക്സിജൻ എവല്യൂഷൻ നടക്കുന്നില്ല. പക്ഷെ ഒബ്വിയസ്ലി ATP പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ പഠിക്കുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സൈക്ലിക് ആയിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ATP പ്രൊഡക്ഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും അത് ബാക്ടീരിയക്ക് അത് ആവശ്യമാണ്. പക്ഷെ അവിടെ എന്തുണ്ടാവില്ല? ഓക്സിജൻ ഉണ്ടാവില്ല. അപ്പോൾ അനോക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിലെ പ്രത്യേകത, ഒരു ഫോട്ടോ സിസ്റ്റമേ ഉള്ളൂ. അവരുടെ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് സൈക്ലിക്കൽ ആയതുകൊണ്ട് ഇലക്ട്രോണുകൾ അതിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല, ഇലക്ട്രോണുകളുടെ ആവശ്യകത വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല, ഓക്സിജൻ ഇവല്യൂഷൻ നടക്കുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? സ്ട്രക്ചേഴ്സ് ഓഫ് ബാക്ടീരിയൽ റിയാക്ഷൻ സെന്റേഴ്സ് ഹെൽപ് അണ്ടർസ്റ്റാൻഡ് ഓക്സിജനിക് ഫോട്ടോ സിസ്റ്റംസ്. ബാക്ടീരിയകളുടെ റിയാക്ഷൻ സെന്റേഴ്സിന്റെ ഘടനകളാണ് ഓക്സിജനിക് ഫോട്ടോ സിസ്റ്റംസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മളെ സഹായിച്ചത്. ഓക്കെ, അപ്പൊ കുട്ടികളെ, ഇതാണ് അനോക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഫ്രണ്ട്സ്, അപ്പോ നിങ്ങൾ ആലോചിക്കുക, ഇന്ന് നമ്മൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു ഇല്ലേ? നമ്മൾ ഇന്ന് കുറച്ച് സെഗ്മെന്റുകള് നമ്മൾ വിശദമായിട്ട് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ നോക്കിക്കേ, നമ്മൾ എമേഴ്സൺസ് റെഡ് ഡ്രോപ്പ് ഇഫക്റ്റിനെ കുറിച്ച് പഠിച്ചു, എൻഹാൻസ്മെന്റ് ഇഫക്റ്റിനെ കുറിച്ച് പഠിച്ചു, ഫോട്ടോ സിസ്റ്റം 1ന്റെയും 2ന്റെയും പ്രത്യേകത, സ്ട്രോങ് ഓക്സിഡന്റ് എവിടെ, സ്ട്രോങ് റിഡക്റ്റന്റ് എവിടെ, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. സെഡ് സ്കീമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സെഡ് ആകൃതി എന്ന് നമ്മൾ കണ്ടു. ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരല്പം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടു. ആന്റിന പിഗ്മെന്റ്സും റിയാക്ഷൻ സെന്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന, തൈലാക്കോയിഡിന്റെ സ്ട്രക്ചേഴ്സ്, ക്ലോറോപ്ലാസ്റ്റ് എൻവലപ്പ്, തൈലാക്കോയിഡിന്റെ മെംബ്രെയിൻ പ്രോട്ടീൻസ്,
ഫോട്ടോ സിസ്റ്റംസ് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണപ്പെടുന്നു, വാട്ടർ സ്പ്ലിറ്റിംഗിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്, ഇവർ തമ്മിലെ ഫോട്ടോ സിസ്റ്റംസ് തമ്മിലുള്ള ബാലൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോ ഇന്നത്തെ ക്ലാസ് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? അപ്പോ നോക്കിക്കേ, നമ്മൾ ആ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നതിനെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ കണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു, ക്ലിയർ ആണ് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ കുട്ടികളെ ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അപ്പോ ഇതിന്റെ അടുത്ത സെഗ്മെന്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.